മാൾസിൻ്റെ പുതിയ ലോഞ്ചായ മാൾസ് അൾട്രാ പിഗ്മെൻറ്റഡ് ക്രീമി ആയിട്ടുള്ള മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതിട്ടതിൻ്റെ സന്തോഷമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഞാനിങ്ങനെ കാത്തിരുന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ഓർഡർ ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ട് എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്, ഞാനും അങ്ങ് വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം എടുത്ത് കേട്ടോ വരാൻ വേണ്ടി. അത്രയും ദിവസം ഞാനിങ്ങനെ നോക്കി ഇന്ന് വരുമോ. സാധാരണഗതിയിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് വരുമല്ലോ. ഇതിപ്പോൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേയ്സ് എടുത്ത്. ഇത് എപ്പോൾ വരും എന്ന് ഓരോ ദിവസവും ഞാൻ കയറി ചെക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മാൾസിൻ്റെ, അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഷെയ്ഡ് നമ്പർ 12 ആണ്, ഖൂബ്സുrat കുച്ചിപ്പിടി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു പേര് തന്നെയാണ്. പേര് പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാനിപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എൻ്റെ ചുണ്ടിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു മാറ്റ് ഫിനിഷാണ് നമ്മുടെ ലിപ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ഒരേപോലെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന സ്കിൻ ടോണിന് ചേരില്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 199 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. കുറച്ച് ഓഫറുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പം 189 രൂപയാണ് കിട്ടിയത്. പക്ഷേ ആ ഒരു റേറ്റിന് വാങ്ങിച്ചാൽ ശരിക്കും വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഗ്രാം വൈസ് വന്നിട്ടുള്ളത് 3.2 ആണ്. പിന്നെ ഷെൽഫ് ലൈഫ് നമുക്ക് ഇപ്പോൾ 2024 ആണല്ലോ, 2028 വരെ ഉണ്ട്. അപ്രോക്സ് ഒരു 24 എന്ന് വെച്ചാൽ ഇനിയിപ്പം 25 അധികം താമസമില്ല. എങ്കിലും അപ്രോക്സ് ഒരു 4 ഇയേഴ്സ് ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് സ്മച്ച് പ്രൂഫ് എന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷേ കുറച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. തീർത്തും ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പം ഒരുപാടങ്ങ് ലിപ്സിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അൾട്രാ ക്രീമി ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് തരുന്നത്. പിന്നെ ഈ ഒരു ഷെയ്ഡിൻ്റെ കാര്യമാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തത്. ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഫേസിന് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറയാം നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ്ലി, അതായത് ഞാൻ ഫേസിൽ ജസ്റ്റ് ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്തിട്ട് അതിനുശേഷം ജസ്റ്റ് ടോണർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. അപ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു കംപ്ലീറ്റ് ലുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫാനായി. ഞാനിപ്പം പാക്കേജ് ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്കിപ്പോൾ ബോറാവുന്നുണ്ടായിരിക്കും. എന്താണ് പ്രൊഡക്റ്റ് കാണിക്കാത്തതെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. വിഷമിക്കേണ്ട. നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ടുള്ളത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. അതിൻ്റെ ഔട്ടർ പാക്കേജിംഗ് ഒക്കെ മാൾസിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഖൂബ്സുരത് കുച്ചിപ്പടി. ശരിക്കും ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ സ്വൈപ്പ് ചെയ്ത് കാണിക്കാം. ഒറ്റ സ്വൈപ്പിന് തന്നെ നന്നായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഫിനിഷ് പ്രോപ്പർ വേയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറയേണ്ട ഒരു കാര്യം, സച്ച് എ വണ്ടർഫുൾ ലിപ്സ്റ്റിക്ക് ഇൻ ബഡ്ജറ്റ്. അതായത് ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, അതായത് സ്റ്റേ അപ് ടു എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 6 to 7 ഹവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസിന് തന്നെ നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മാച്ചിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ശരിക്കും എന്താ പറയുക, ഒരു ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കൊക്കെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ഒരുപാട് നേരമൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് 1 സ്വൈപ്പിൽ തന്നെ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ, അതായത് ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ, അതായത് നമ്മുടെ മാൾസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഭയങ്കര സ്മൂത്ത് ആൻഡ് വെയ്റ്റ്ലെസ് ആണ്. അതായത് കൺസിസ്റ്റൻസി വൈസ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ നമുക്ക് അപ്ലൈ ലൈക്ക് എ ബട്ടർ എന്ന് പറയാം. അതാണ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ക്രീമി ആൻഡ് സിൽക്കി ആണ് കേട്ടോ. ശരിക്കും നല്ലൊരു ക്രീമി ആയിട്ടുള്ള അൾട്രാ ക്രീമി ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ
സിൽക്കി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത്രയും നല്ല കിട്ടില്ലനായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ആരും മിസ് ചെയ്യരുത്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 199 രൂപ. അത്രയും ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ വാങ്ങിച്ചാൽ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻമെൻറ്റ് ആവില്ല കേട്ടോ. ശരിക്കും അമേസിങ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പം ചെറിയ എവിടേക്കോ ചെറുതായിട്ടൊരു കോഫിയുടെ അരോമ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ചില ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു ഹൈഡ്രേഷനും അതേപോലെ തന്നെ മോയ്സ്ചറൈസേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ നല്ലോണം ലോക്ക് ചെയ്യും. നമ്മുടെ ചുണ്ട് ഒരിക്കലും ഡ്രൈ ആവില്ല. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 6 to 7 ഹവേഴ്സ് വരെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് നിൽക്കുന്നത്. എത്ര നേരം സ്റ്റേസ് അപ് ടു എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തന്നെ നല്ലൊരു കാര്യമാണ്. ഒരു ലിപ്സ്റ്റിക്ക്, അതായത് ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇത്രയും നേരം നിൽക്കുക എന്നുള്ളത് എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മളിപ്പം ഇട്ടിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വരുമല്ലോ. ഇപ്പം ഞാൻ കുറച്ച് നേരം ആയി, പക്ഷെ അധികം ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ, ഓവറായിട്ട് വരുന്നില്ല. ചിലതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ലിപ്സിൻ്റെ ആ ഒരു പ്രോപ്പർ ഷേപ്പിൽ തന്നെ നമ്മുടെ കയ്യിൽ പതിയുമല്ലോ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതായത് വൺ സ്വൈപ്പിൽ നോർമലി ചില ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് ഉരയ്ക്കണ്ടേ. ഇത് അങ്ങനെയൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, എൻ്റെ ആപ്ലിക്കേഷൻ വൈസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതായത് നമ്മുടെ ഫേസിൽ നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ഒരു മേക്കപ്പ് പ്രൊഡക്ട്സ് ഈവൻ ഫൗണ്ടേഷൻ പോലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നല്ലൊരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷൊക്കെ പോലെ അപ്ലൈ ചെയ്തോ, അതൊരിക്കലും ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് നമുക്കങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല, പിമ്പിൾസ് വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം മുതൽ അങ്ങനെ ലിപ്സ്റ്റിക്ക് ബ്ലഷായിട്ടും അതായത് ഹൈലൈറ്ററൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല. പക്ഷേ അങ്ങനെ അപ്ലൈ ചെയ്താൽ പോലും നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മാൾസിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ലിപ് പിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂഡ് ഷെയ്ഡായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, പറയാൻ ഒരു വേർഡ്സും ഇല്ല. ഖൂബ്സൂരത് കുച്ചിപ്പുടി ഏത് റേഞ്ചിലാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ അതായത് ന്യൂഡ് ആൻഡ് ബ്രൗൺ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. എക്സാക്ട്ലി ഇതൊരു ന്യൂഡ് ഷെയ്ഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യം. പിന്നെ ഇവർ 4 ഹവേഴ്സാണ് ക്ലെയിം ചെയ്യുന്നത്. ഒരു 6 to 7 ഹവേഴ്സ് വരെയൊക്കെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ചെയ്യും ഈ ഒരു ലിപ്സ്റ്റിക്ക്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല ലിപ്സ്റ്റിക്ക് നമ്മൾ അധികം കാണാറില്ലല്ലോ. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. മെയിൻലി ഞാൻ കുറച്ചൊക്കെ വായിച്ചു നോക്കിയപ്പം ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് ഖൂബ്സൂരത് കുച്ചിപ്പുടിയാണ്. കഥക് എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റീസ് ഉണ്ട്. എല്ലാം തന്നെ പേരിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്, ചില ലിപ്സ്റ്റിക്ക് ചില സ്കിൻ ടോൺകാർക്ക് മാച്ച് അല്ലല്ലോ. ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കും മാച്ച് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലേ. നമുക്ക് ധൈര്യത്തോടു കൂടി മീൻസ് അതായത് കുറച്ച് ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും, ഇതെനിക്ക് ചേരുവോ ചേരില്ലേ എന്നൊക്കെ. പക്ഷേ ഇതെല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. അതോടൊപ്പം തന്നെ അടുത്തിടെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിച്ചത്. കുറേ പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ അറിയാം, ഭയങ്കര ട്രെൻഡിങ് ആണ്. ആ ഒരു ട്രെൻഡിങ്ങും പിന്നെ കുറേ ആൾക്കാരിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാൻ തന്നെ വാങ്ങാനുള്ള മെയിൻ റീസൺ. ഇതിന് മുന്നേ ഞാൻ ജസ്റ്റ് കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഖൂബ്സൂരത് കുച്ചിപ്പുടി നല്ല രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നെയിം ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സംഭവം വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായേനെ. ഇപ്പോൾ വാങ്ങാനിരുന്നാൽ പോലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടാതെ വന്നേനെ. സോ നേരത്തെ തന്നെ വാങ്ങിച്ചത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുന്നേ ഇതേപോലത്തെ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ ഒരു സെയിം ഒരു ടച്ചുള്ള ഒരു ലിപ് ഷെയ്ഡ് കിട്ടുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അതുമായിട്ട് ഏറെക്കുറെ മാച്ചിങ് ആണ്. സംഭവം എന്താണെങ്കിലും കിട്ടില്ലെന്നാണ് കേട്ടോ. ഇത് നിങ്ങൾ വാങ്ങുക. ശരിക്കും നമുക്ക് ഇത്ര എമൗണ്ട് കൊടുത്തതിന് വേർത്ത് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. മജസ്റ്റിക് മോംബോ, അതോടൊപ്പം തന്നെ കഥക് ക്വീൻ 01 ആൻഡ് മജസ്റ്റിക് മോംബോ എന്നാണ് തോന്നുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്.
അതിൻ്റെത് 07 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. ഇതേപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല 2 ഷെയ്ഡ്സാണ് കേട്ടോ. അതും നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു, നല്ല ഷെയ്ഡ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റ.